Dear students, welcome to Bosco Campus Vision. I am Marina Michael, Assistant Professor, Postgraduate Department of Commerce, Don Bosco College, Kottayam. This is the 16th lecture of Principles of Taxation for Semester 1, BCom Commerce Tax Procedure and Practice students. In this lecture, we are going to discuss the characteristics of a good tax system. What are the characteristics of a good tax system? According to P.E. Taylor, taxes are compulsory payments to government without expectation of direct return or benefit to the taxpayer. നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി പേയ്മെന്റ് ആണ് ഗവൺമെന്റിന് ഓരോ ഇൻഡിവിജ്വലും ടാക്സ് ബ്രാക്കറ്റിനകത്ത് വരുന്ന ഓരോ ടാക്സ് പേയേഴ്സും കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടതാണ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, ആ ടാക്സ് പേയർക്ക് ഇതിന്റെ ബെനിഫിറ്റ് ഡയറക്റ്റ് ലഭിക്കണമെന്നില്ല. ഓക്കെ, അത് നമ്മൾ എന്താണ് ടാക്സിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് ടാക്സ് കാനൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടാക്സസ് ആർ കമ്പൽസറി പേയ്മെന്റ്സ് ടു ഗവൺമെന്റ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻ ഓഫ് ഡയറക്റ്റ് റിട്ടേൺ ഓർ ബെനിഫിറ്റ്സ് ടു ദി ടാക്സ് പേയർ. Characteristics of a good tax system. നമുക്കറിയാം ഒരു ഗുഡ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, നമ്മളിപ്പോൾ കുറേ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കാനൺസ് പഠിച്ചു കഴിഞ്ഞു, അതൊക്കെ ഒബേ ചെയ്യുന്നതായിരിക്കണം ഒരു ഗുഡ് സിസ്റ്റം ഓഫ് ടാക്സ്, ഒരു നല്ലൊരു ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള കുറെ പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ട്. അന്നേരം ഈ പറഞ്ഞ നമ്മൾ പഠിച്ച ഈ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കാനൺസ് ഓഫ് ടാക്സേഷൻ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടാക്സ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് കൂടാതെ കുറച്ചുകൂടി നമ്മളിപ്പോൾ പറയുന്ന 2-3 പോയിന്റ് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, a good tax system is one which is designed on the basis of an appropriate set of principles such as equality and certainty. Okay, different objectives of taxation often conflict with each other and a balance has to be struck. Therefore, usually economists select some important objectives and work out the corresponding principles on which the tax system should be based. The first of such principles were developed by Adam Smith. There are known as canons of taxation. നമ്മൾ പഠിച്ചു കഴിഞ്ഞു 9 canons of taxation. These canons are still regarded as the characteristics of a good tax system. ആഡം സ്മിത്തിന്റെ ആ കാനൺസ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്സേഷൻ തന്നെയാണ് ഒരു ഗുഡ് ടാക്സ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദാറ്റ്, a tax is a compulsory contribution to the state from the citizen. നമുക്കറിയാം ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി കോൺട്രിബ്യൂഷൻ ആണ് ടു ദി സ്റ്റേറ്റ് ഫ്രം ദി സിറ്റിസൺ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എൻഫോഴ്സ്ഡ് ആണ് വിത്തൗട്ട് റെഫറൻസ് ടു സ്പെഷ്യൽ ബെനിഫിറ്റ്സ് കൺഫേർഡ്. മീൻസ് എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല, പക്ഷെ എന്നെ എൻഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ടാക്സ് ബ്രാക്കറ്റിനകത്ത് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ കമ്പൽസറി ആയിട്ട് ടാക്സ് അടച്ചിരിക്കണം. ദാറ്റ് ഈസ് one of the feature of good tax system. A tax is a compulsory contribution to the state from the citizen. Another characteristics of a tax is that the tax imposes a personal obligation. It means that it is the duty of a taxpayer to pay it and he should in no case think to evade it. Okay, രണ്ടാമത്തെ characteristics എന്ന് പറയുന്നത് it is a personal obligation. A tax imposes a personal obligation. It means that it is the duty of the taxpayer or the assessee to pay it and he should in no case think to evade it. ഞാൻ ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് ബ്രാക്കറ്റിനകത്ത് വരുന്ന ഒരു ടാക്സ് പേയർ ആണെങ്കിൽ ഞാൻ ടാക്സ് മസ്റ്റ് ആയിട്ടും അടച്ചിരിക്കണം. ഇറ്റ് ഇസ് എ പേഴ്സണൽ ഒബ്ലിഗേഷൻ, കടമയായിട്ട് മാറുകയാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ സവിശേഷത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിന്റെ. ഓക്കെ, ഒരു കാരണവശാലും അതിനെ ടാക്സിനെ വെട്ടിപ്പ് നടത്താനോ തിരിമറി നടത്താനോ പറ്റില്ല. That is, he should in no case think to evade it.
The third characteristic is that the contribution received from the taxpayer may not be incurred for their benefit alone, but for the general and common benefit. നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടാക്സ് സിസ്റ്റം. തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടാക്സ് പേയറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടാക്സ് പേയർക്ക് മാത്രമായിട്ടൊരു ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്, ബട്ട് ഫോർ ദി ജനറൽ ആൻഡ് കോമൺ ബെനിഫിറ്റ്. അല്ലേ, മൊത്തത്തിലുള്ള ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് മൊത്തമായിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ ഒരു ഡെവലപ്മെന്റോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് റവന്യൂ ഉപയോഗിക്കുക. Fourth one, a good tax system will enable the government to mobilize adequate resources for capital formation or economic growth. ഒരു ഗുഡ് സിസ്റ്റം ഓഫ് ടാക്സ് ആണെങ്കിൽ അത് ഗവൺമെന്റിന് കൂടുതലായിട്ട് ആഡിക്വേറ്റ് റിസോഴ്സ് മതിയായ അളവിൽ ക്യാപിറ്റൽ ഫോർമേഷനും എക്കണോമിക് ഗ്രോത്തും ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. And lastly, a good tax system for a developing economy should also serve as an instrument for reducing economic inequalities. ഒരു ഡെവലപ്പിംഗ് എക്കോണമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ച് ഒരു നല്ലൊരു ടാക്സ് സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഇൻസ്ട്രുമെന്റ്, ഇറ്റ് serve as an instrument for reducing economic inequalities. Economic inequalities, സാമൂഹ്യപരമായ എല്ലാ തരത്തിലുള്ള ഇനിക്വാലിറ്റീസും തടയാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ ഒരു ഗുഡ് ടാക്സ് സിസ്റ്റം സഹായിക്കും. ഈ പറഞ്ഞ 5 എണ്ണമാണ് പ്രിൻസിപ്പിൾസ് ഓർ കാനൺസ് ഓഫ് ടാക്സേഷൻ കൂടാതെ ഒരു ഗുഡ് ടാക്സ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടാക്സ് സിസ്റ്റം ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. നല്ലതുപോലെ എഴുതുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.